ശരീരത്തിന് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ട് വാർദ്ധക്യം ബാധിച്ചവരാണ് നമ്മളിൽ പലരും. എന്നാൽ പ്രായവും അവശതകളും തളർത്തിയവർ കഴിയുന്ന നമ്മുടെ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകളിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്നത് സന്തോഷത്തിൻ്റെ പൊട്ടിച്ചിരികളാണ്. പുറത്ത് അവർ കാണുന്നത് ആനന്ദകരമായ കാഴ്ചകളാണ്. ഹോമുകളിലെ ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല ഇവരുടെ ജീവിതം. പ്രായവും പ്രയാസങ്ങളും തളർത്തുമ്പോഴും ഇവരുടെ കണ്ണുകളിൽ തിളക്കമുണ്ട്, ചുണ്ടുകളിൽ ചിരിയുണ്ട്. കുറേ കാലമായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുറത്ത് കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിലേക്ക് ഒരിക്കലെങ്കിലും അവർക്ക് ഇങ്ങനെ കാണാൻ കഴിയാന്ന് പറഞ്ഞാൽ ഒരു വളരെ സന്തോഷമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വന്ന ഈ ഓർക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. എന്നാൽ അത്താണിയുള്ള കുടുംബാംഗങ്ങളോട് കൂടെ വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം. കാരണം അത്താണിയിൽ വന്നാലേ അത്താണിയെക്കുറിച്ച് അറിയാൻ കഴിയും. നരിക്കുനി അത്താണി ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറേ ചിരിക്കുന്ന മുഖങ്ങളെ കാണാം. അബൂബക്കർക്ക പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ജോലിക്കിടെ വീണ് അപകടമുണ്ടായി. പക്ഷേ അദ്ദേഹം കല വിട്ടില്ല. പേപ്പറിന് റോളായിട്ട് ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റുക. ലീഫ് മോഡൽ എല്ലാ മോഡലും കട്ട് ചെയ്യുക, പകുതി മാത്രം നിവർത്തുക, 200 എണ്ണം വലിക്കുക. ഹോമിലെ താമസക്കാരുടെ സന്തോഷമാണ് പ്രധാന ലക്ഷ്യമെന്ന് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ. അതൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ കഴിഞ്ഞു കൂടിയിട്ടുള്ളത്. പിന്നീട് ഫിസിയോതെറാപ്പി ആരംഭിച്ചിട്ടുണ്ട്, ഡയസലർ ആരംഭിച്ചിട്ടുണ്ട്, ഓണം സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ് സെൻറ്റർ, ഇങ്ങനെ തുടങ്ങി 13ഓളം പ്രൊജക്റ്റുകൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. കണ്ണിനാളിൻ്റെ കരളിലൊരുളിലെണ്ണ കാച്ചിയ നൊമ്പരം കൽബിലെറിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. അങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കഴിയുകയല്ല. ഇവിടെ ചിരിച്ച് സന്തോഷിച്ച് വളരെ ആഹ്ലാദിച്ചാണ് അത്താണിയിൽ ഇവിടെ കൂട്ടുകാരിവിടെ കഴിയുന്നത്. കൂടെ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾക്കും ഇവിടെ നരിക്കുനിയിലെ അത്താണിയിലേക്ക് വരാം. ജോം ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.